15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ ആരംഭിക്കുകയാണ്. 28 ദിവസങ്ങളിലാണ് സമ്മേളനം ചേരുന്നത്. വിഷ്ണുവിലേക്ക് മറ്റൊരു വാർത്തയുമായി വരുന്നുണ്ട്. സംസ്ഥാനത്ത് 4 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഏതൊക്കെ ജില്ലകൾക്കാണ്, എന്ത് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്? ഭദ്ര, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാലവർഷം എത്തിയപ്പോൾ മുതൽ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും കാണുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ മിതമായ നിരക്കിൽ മാത്രമാണ് മഴ ലഭിക്കുന്നത്. പല ദിവസങ്ങളിലും തെക്കൻ കേരളത്തിൽ അലേർട്ടുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ അതേസമയം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരുന്നു. ഏതായാലും ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായ മഴയുണ്ടാകും. അതുപോലെ മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നാളെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ മത്സ്യത്തിന്റെ ലഭ്യതയും കുറയുന്ന ഒരു സാഹചര്യം. പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങുന്നതിനും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെട്ടാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിശക്തമായ മഴയുള്ളതുകൊണ്ടും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് യഥാസമയം ആളുകൾ മാറി പാർക്കണമെന്നുള്ള നിർദ്ദേശവും നൽകുന്നുണ്ട്. ഏതായാലും എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. കാലവർഷത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. തെക്കൻ കേരളത്തിൽ ഇപ്പോഴും മഴ അതിശക്തമായി തുടരുന്നു. മിതമായ നിരക്കിൽ മാത്രമാണ്. അതോടൊപ്പം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് അതിശക്തമായ തീവ്രമായ മഴയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. ഭദ്ര.